ജർമ്മനിയും റഷ്യയുമായുള്ള പകയ്ക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ജർമ്മനിയെ കീഴടക്കിയ റഷ്യയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായ യുദ്ധവീര്യം ലോകം അംഗീകരിച്ചതാണ്. ആ യുദ്ധത്തിലാണ് ലോകത്തെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി ഹിറ്റ്ലറെ റഷ്യൻ സൈന്യം വധിച്ചത്. പിന്നീട് റഷ്യ സോവിയറ്റ് യൂണിയനായി മാറി. പല പല രാജ്യങ്ങളുടെ പല പല രാജ്യങ്ങൾ അംഗമായ സോവിയറ്റ് യൂണിയനെ തകർത്തത് ഗോർബച്ചേവ് എന്ന് പറയുന്ന അമേരിക്കൻ ചാരനാണ്. അയാൾ സോവിയറ്റ് യൂണിയനെ തകർത്ത് തരിപ്പണമാക്കി അമേരിക്കയിലേക്ക് കടന്നു. ഇപ്പോൾ റഷ്യ വീണ്ടും ലോകശ്രദ്ധ ആകർഷിക്കുന്നു. പഴയ സോവിയറ്റ് യൂണിയന്റെ ശക്തമായ ഒരു കേന്ദ്രമാണ് റഷ്യ എന്ന മഹാരാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ കരസൈന്യമുള്ള രാജ്യങ്ങളിൽ ഒന്ന്, അതൊക്കെയാണ് റഷ്യ ഉക്രൈനുമായി യുദ്ധം തുടങ്ങിയിട്ട് കാലമേറെയായി. ആ യുദ്ധത്തെ ഒരു കുട്ടിക്കളിയായാണ് റഷ്യ കാണുന്നത്. പ്രത്യേക രീതിയിലുള്ള സൈനിക നടപടി അതായിട്ടാണ് റഷ്യ കാണുന്നത്. പക്ഷേ ഈ നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. ഉക്രൈനെ റഷ്യ ആക്രമിച്ചത് തന്നെ നാറ്റോ രാജ്യങ്ങളുമായി ഉക്രൈനുള്ള സൗഹൃദം അവസാനിപ്പിക്കാനാണ്. അല്ലാതെ ആ ആക്രമണത്തിൽ വേറെ അതിര് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന് പിന്തുണയുമായി എത്തിയപ്പോൾ റഷ്യയുടെ സൈന്യം, വാഗ്നർ സേനയും ചെച്നിയൻ സേനയും ഒക്കെ ഒന്ന് പ്രതിരോധത്തിലായി. ആ പ്രതിരോധമൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് റഷ്യ ഉക്രൈനിലേക്ക് മുന്നേറ്റം നടത്തുന്നു. ജർമ്മനിയാണ് ഇതിൽ ഉക്രൈനെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത്. ജർമ്മൻ ആയുധങ്ങൾ ഒരുപാട് ഉക്രൈന് ലഭിച്ചു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ റഷ്യക്കെതിരെ പൊരുതുന്നത്. ഇപ്പോഴിതാ ജർമ്മൻ ഹെലികോപ്റ്ററിനെ റഷ്യ ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ബാൾട്ടിക് കടൽ മേഖലയിൽ ജർമ്മനിയുടെ നിരീക്ഷണ ഹെലികോപ്റ്റർ റഷ്യ ആക്രമിച്ചു. റഷ്യൻ പടക്കപ്പലാണ് ജർമ്മനിയുടെ ഹെലികോപ്റ്ററിനെ ആക്രമിച്ചത്. ആൾനാശം വ്യക്തമല്ല, മറ്റ് നാശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ജർമ്മനിയെ ബാൾട്ടിക് കടൽ മേഖലയിൽ നിന്ന് തുരത്തി ഓടിച്ചിരിക്കുന്നു റഷ്യ. ജർമ്മൻ ഹെലികോപ്റ്റർ ആക്രമിക്കാൻ റഷ്യ തീരുമാനമെടുത്തത് ഒരുപാട് കാലത്തെ സഹനങ്ങളിലൂടെയാണ്. അവർ ഉക്രൈനുമായി നടത്തിയ യുദ്ധത്തിൽ പാവപ്പെട്ടവരെ കൊന്നില്ല, സാധാരണക്കാരെ കൊന്നില്ല, സാധാരണക്കാർക്ക് മേൽ ഒരായുധവും പ്രയോഗിച്ചില്ല. അബദ്ധത്തിൽ കുറച്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് മാത്രം. എന്തായാലും ജർമ്മനി ബാൾട്ടിക് കടൽ മേഖലയിൽ നടത്തിയ തങ്ങളുടെ നിരീക്ഷണ പറക്കൽ 8ന്റെ പണി വാങ്ങിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. കാരണം ജർമ്മൻ ഹെലികോപ്റ്ററിനെ റഷ്യ ആക്രമിച്ചിരിക്കുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം അടുത്തിടെയാണ് റഷ്യ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം തുടരുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങളുമായി വന്ന ഒരു തീവണ്ടി, ഒരു ട്രെയിൻ പൂർണ്ണമായും കത്തിച്ചു കളഞ്ഞു റഷ്യ. ഇപ്പോൾ ഇതാ ജർമ്മൻ ഹെലികോപ്റ്ററിനെ ആക്രമിച്ചിരിക്കുന്നു റഷ്യ. ചുരുക്കത്തിൽ ജർമ്മനി കാണിക്കുന്നത് പണ്ടത്തെ വൈരാഗ്യത്തിനുള്ള പകപോക്കലാണ്. പണ്ട് ജർമ്മനി റഷ്യക്കെതിരെ, അല്ലെങ്കിൽ അന്നത്തെ ലെനിന്റെ റഷ്യക്കെതിരെ ഒന്ന് പോരാടി നോക്കിയതാണ്. ഹിറ്റ്ലറുടെ മരണമായിരുന്നു അതിനുള്ള പ്രതിഫലം. മാത്രമല്ല ജർമ്മനിയെ രണ്ടായി വിഭജിക്കുകയും ചെയ്തു റഷ്യയും അമേരിക്കയും. പിന്നീട് ജർമ്മനി ആ വിഭജനമൊക്കെ മാറ്റി, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആ വിഭജനമൊക്കെ മാറ്റി ഒരു ലോകത്തിലെ ഒരു ശക്തിയായി വളർന്ന് വരികയാണ്. അതിനിടയിലാണ് ഈ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പോയി കുട്ടിയും കോലും കളിക്കാൻ ജർമ്മനി തുടങ്ങിയത്. ആ കുട്ടിയും കോലും കളിക്ക് കൃത്യമായ പണി റഷ്യ കൊടുത്തിരിക്കുന്നു. ജർമ്മൻ ഹെലികോപ്റ്റർ റഷ്യ ആക്രമിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ ബ്രേക്കിംഗ്.